മൊഡ്യൂൾ 4-ലെ എസ്സേയിൽ ചോദിക്കാറുള്ള തിയറിയാണ് ഷിഫ്റ്റ് രജിസ്റ്റർ. ഷിഫ്റ്റ് രജിസ്റ്റർ ഒരു ടൈപ്പ് ഓഫ് ഫ്ലിപ്പ് ഫ്ലോപ്പാണ്. നമ്മൾ ബൈനറി നമ്പേഴ്സിനെ സ്റ്റോർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് ഷിഫ്റ്റ് രജിസ്റ്റേഴ്സ്. 4 ടൈപ്പിലെയാണ് നമുക്ക് പഠിക്കാനുള്ളത്. ആദ്യത്തെയാണ് സിസോ. സിസോ എന്ന് പറഞ്ഞാൽ സീരിയൽ ഇൻ സീരിയൽ ഔട്ട്. ബിറ്റ് വൈസ് നടക്കുന്ന പ്രൊസീജിയറിനെയാണ് നമ്മൾ സീരിയൽ എന്ന് വിളിക്കുക. അപ്പോൾ ഡാറ്റ ഇൻ ചെയ്യേണ്ടതും സീരിയലായിരിക്കും, ഔട്ട് ചെയ്യേണ്ടതും സീരിയലായിരിക്കും. ഒരു എക്സാമ്പിൾ നോക്കാം. നമ്മൾ ഡാറ്റ ഫ്ലിപ്പ് ഫ്ലോപ്പ്, അത് ഡി ഫ്ലിപ്പ് ഫ്ലോപ്പാണ് എപ്പോഴും യൂസ് ചെയ്യുക. ഡാറ്റ 1010 ആണ് നമുക്ക് എൻ്റർ ചെയ്യേണ്ടത്. നമ്മളെപ്പോഴും ബാക്കിൽ നിന്നാണ് എൻ്റർ ചെയ്ത് തുടങ്ങുക. അപ്പോൾ 1010 ഏറ്റവും ലാസ്റ്റത്തെ ഡിജിറ്റ് 0 അല്ലേ. അപ്പോൾ അത് നമ്മൾ 0 എൻ്റർ ചെയ്തു. 0 എൻ്റർ ചെയ്ത് കാണിച്ചേക്കണതാണ് ക്ലോക്ക്. ഒറ്റ ക്ലോക്കിൽ ഒരു ഡാറ്റ മാത്രമേ എൻ്റർ ആവുള്ളൂ. അടുത്തത് ബാക്കിൽ 0 കഴിഞ്ഞാൽ പിന്നുള്ളത് 1 ആണ്. അപ്പോൾ അടുത്ത് നമ്മൾ 1 ഇവിടെ എൻ്റർ ചെയ്യാൻ നേരത്ത് 0 അവിടെ ഫില്ല് ചെയ്ത് വെക്കുക ഫസ്റ്റ് ഫ്ലിപ്പ് ഫ്ലോപ്പിൽ. അപ്പോൾ 1 വരുമ്പോൾ ഈ ഫ്ലിപ്പ് ഫ്ലോപ്പിലുള്ള ഡാറ്റ ഓട്ടോമാറ്റിക്കലി അപ്പുറത്തോട്ട് പുഷ് ചെയ്യും അടുത്ത ക്ലോക്കിൽ. അപ്പോൾ നമുക്ക് അടുത്ത ഫിഗിൽ കണ്ടോ 10 എന്നോ. ഇനി അടുത്ത് എന്താ കൊടുക്കേണ്ടത്? 0 അല്ലേ. അപ്പോൾ അടുത്ത 0 വരുമ്പോൾ ഇവർ രണ്ടുപേരും തൊട്ടടുത്ത ഫ്ലിപ്പ് ഫ്ലോപ്പ് ഷിഫ്റ്റ് ചെയ്യും. അപ്പോൾ ഇവിടെ 0 ഇൻസേർട്ടോ. അപ്പോൾ ഈ ഒരു എൻഡിലായിരിക്കും ഇൻസേർട്ട് ചെയ്യുക. അങ്ങനെ 4 ക്ലോക്ക് ഉപയോഗിക്കുമ്പോൾ നമുക്ക് 1010 ഡാറ്റ കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ 4 ക്ലോക്ക് ഉപയോഗിച്ചിട്ടാണ് 4 ഡാറ്റേനെ ഇൻസേർട്ട് ചെയ്തത്. അപ്പോൾ ഓരോ ഡാറ്റയ്ക്കും ഓരോ ക്ലോക്കാണ് ഉപയോഗിക്കുക. അതുകൊണ്ടാണ് നമ്മളതിനെ സീരിയൽ എന്ന് പറയുന്നത്. ഔട്ടും സീരിയൽ തന്നെയാണ്. അപ്പോൾ സെയിം പ്രൊസീജിയർ. ഇപ്പോൾ നമ്മൾ വരച്ച 4 പടത്തിൽ 4ാമത്തെ പടത്തിൽ നോക്കിയാൽ 0 അങ്ങോട്ട് പുറത്തോട്ടു. അപ്പോൾ ബാക്കിയുള്ള ഓരോരുത്തരും ഇപ്പുറത്തോട്ട് ഷിഫ്റ്റ് ചെയ്യും. അപ്പോൾ ഫസ്റ്റത്തെ ഫ്ലിപ്പ് ഫ്ലോപ്പ് ബ്ലാങ്ക് ആവും. അതുപോലെ അടുത്ത് എന്താ, ഈ ലാസ്റ്റത്തുള്ള 1 ഔട്ടാവും. അപ്പോൾ ബാക്കി 2 വരെ 10 അപ്പുറത്തോട്ട് ഷിഫ്റ്റ് ചെയ്യും. അങ്ങനെ 4 പേരും ബ്ലാങ്ക് ആവണം. അപ്പോൾ 4 ക്ലോക്ക് ഇന്നിനും 4 ക്ലോക്ക് നമ്മൾ ഔട്ടിനും കൊടുത്തു. അതാണ് സീരിയൽ ഇൻ സീരിയൽ ഔട്ട്. അടുത്തത് സീരിയൽ ഇൻ പാരലൽ ഔട്ടാണ്. സെയിം എക്സാമ്പിൾ തന്നെ കൺസിഡർ ചെയ്യണമെന്ന് വിചാരിക്കുക. സീരിയൽ ഇന്നാണ്. അപ്പോൾ നമുക്ക് നേരത്തെ വേണ്ട 4 ഫിഗർ സെയിം തന്നെയാണ്. ഔട്ട് പക്ഷേ പാരലാണ്. ഇപ്പോൾ ഞാൻ വെച്ചേക്കണുണ്ടോ Q1, Q2, Q3, Q4. അപ്പോൾ ഒറ്റ ക്ലോക്കിൽ ഈ 4 ഡേറ്റയും കൂടി പുറത്തോട്ട് പോകും. അപ്പോൾ ഒറ്റ ക്ലോക്കിൽ ഔട്ടെല്ലാം കഴിയും. അതാണ് പാരലൽ ഔട്ട് എന്ന് പറയുന്നത്. അടുത്തത് പാരലൽ ഇൻ സീരിയൽ ഔട്ടാണ്. ഇൻ ചെയ്യണ പാരലായിട്ടാണ്, ഔട്ട് ചെയ്യണതും പാരലായിട്ടാണ്. അപ്പോൾ ഒരു ക്ലോക്കിൽ തന്നെ ഡാറ്റ എൻ്ററും ചെയ്യും, ആ ക്ലോക്കിൽ തന്നെ ഡാറ്റ ഔട്ടും. അതാണ് D1 കയറി Q1 പോകും. അപ്പോൾ കയറലും ഇറങ്ങലും എല്ലാം ഒരുമിച്ചായിരിക്കും. അപ്പോൾ ഒറ്റ ക്ലോക്കിൽ എല്ലാ പ്രൊസീജിയറും കംപ്ലീറ്റ് ആവും. അതാണ് പാരലൽ ഇൻ പാരലൽ ഔട്ട്. ലാസ്റ്റത്തെ വൺ പാരലൽ ഇൻ സീരിയൽ ഔട്ടാണ്. ഇൻ ചെയ്യണ പാരലും ഔട്ട് ചെയ്യണ സീരിയലായിരിക്കും. നമുക്ക് ഫിഗർ വെച്ചിട്ട് പറയാം. ലോഡ് ബാർ ഷിഫ്റ്റ് എന്ന് ഇട്ടിട്ടുണ്ട്, ഷിഫ്റ്റ് ബാർ ഇട്ടിട്ടുണ്ട്. നമ്മൾ ആദ്യം 0 ഇൻസേർട്ട് ചെയ്താൽ ആ മേളത്തെ ലൈനിൽ 0 വന്നു കഴിഞ്ഞാൽ താഴത്തെ ലൈൻ അതിനെ നോട്ട് ചെയ്യില്ല. അപ്പോൾ മേളിൽ 0 ആണെങ്കിൽ താഴെ അപ്പോൾ 1 ആവും. അപ്പോൾ താഴത്തെ ലൈനെല്ലാം ഓൺ ആവും, മുകളിലത്തെ ലൈനെല്ലാം ഓഫ് ആവും. സിമിലർലി നമ്മൾ 1 കൊടുത്തു കഴിഞ്ഞാൽ മുകളിലത്തെ ലൈനെല്ലാം 1 ആവും, താഴത്തെ ലൈനെല്ലാം 0 ആവും. അപ്പോൾ അത് ഓണും താഴത്തെ ലൈൻ ഓഫ് ആയിരിക്കും. അപ്പോൾ നമ്മൾ ഇനീഷ്യലി 1 ആണ് സെറ്റ് കൊടുക്കുന്നത്. അപ്പോൾ മേളത്തെ ലൈൻ ഓണും താഴത്തെ ലൈൻ ഓഫ് ആവും. മേളത്തെ ലൈൻ ഓൺ ആയി കഴിഞ്ഞാൽ അതിൽ എയും ബി സി ഡി എല്ലാ ഡേറ്റയും ഫ്ലിപ്പ് ഫ്ലോപ്പിലോട്ട് എൻ്റർ ചെയ്യും. അപ്പോൾ ഒറ്റ ക്ലോക്കിൽ നമ്മൾ ഇൻ ചെയ്തു. ഔട്ട് ചെയ്യാനാണ് സീരിയൽ ഉപയോഗിക്കുക. അപ്പോൾ നമ്മൾ നേരത്തെ തന്നെ ഓപ്പോസിറ്റ്, നേരത്തെ 1 കൊടുത്തു, പകരം ഇനി 0 കൊടുക്കും ലൈനിൽ. മേളിൽ 0 എന്നാൽ താഴത്തെ ലൈൻ നോട്ട് ചെയ്ത് 1 ആവും. അപ്പോൾ താഴത്തെ ലൈൻ ഓൺ ആയി കഴിഞ്ഞാൽ അവിടുത്തെ കണക്ട് ചെയ്തിരിക്കുന്ന 3 പോയിൻ്റ് ഉണ്ട്. താഴത്തെ ലൈനിൽ കണക്ട് ചെയ്ത് 3 പോയിൻ്റ്, അതെല്ലാം ഓൺ ആവും. അപ്പോൾ ഓൾറെഡി ABCD നമ്മൾ ഫില്ല് ചെയ്ത് വെച്ചേക്കുക. അപ്പോൾ ആ പൾസിൽ ആ A ഷിഫ്റ്റ് ചെയ്ത് അടുത്ത ഫ്ലിപ്പ് ഫ്ലോപ്പിലേക്ക് കയറും. അതിൽ അവിടെയുള്ള B ഷിഫ്റ്റ് ചെയ്ത് സിയിൽ വിട്ടും, അവിടെ നിന്നുള്ള C ഷിഫ്റ്റ് ചെയ്ത് Dയിൽ വിട്ടും, ആ D നമ്മുടെ അങ്ങോട്ട് വെളിയിൽ വിട്ടും. അങ്ങനെ D മാത്രമേ ഇപ്പോൾ പുറത്തിറങ്ങിയിട്ടുള്ളൂ. അപ്പോൾ ഒരാളിൽ ഔട്ടായിട്ടുള്ളതാണ് സീരിയൽ ഔട്ട്. അങ്ങനെ നമ്മൾ 4 വട്ടം ചെയ്യുമ്പോൾ ഓരോന്നോരോന്ന് പുറത്തിറങ്ങും. അതാണ് പാരലൽ ഇൻ സീരിയൽ ഔട്ട്. പിന്നെ എൻ്റെ ആപ്ലിക്കേഷനാണ് ഷിഫ്റ്റ് രജിസ്റ്റർ കൗണ്ടർ. 2 കൗണ്ടർ ഉണ്ട്, റിംഗ് കൗണ്ടർ ഉണ്ട്, ജോൺസ് കൗണ്ടർ ഉണ്ട്. ഇത് എക്സാമ്പിളായിട്ട് എഴുതാനാണ് ചോദിക്കുക. ഡേറ്റ ഒന്നും തരൂല. നമ്മളൊരു എക്സാമ്പിൾ ഇട്ടേക്കോ. ഒരു 4 ബിറ്റ് എടുത്തു, 100 ഞാൻ എടുത്ത എക്സാമ്പിളാണ്. ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ പ്രത്യേകത, ഏറ്റവും ലാസ്റ്റിൻ്റെ ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ ഔട്ട്പുട്ട് എന്താണോ അതായിരിക്കും അടുത്ത ഇൻപുട്ടായിട്ട് ഇറങ്ങിയത്. അതാണ് ബാക്കിലേക്ക് ഒരു വരവെടുത്താണ്. ഒരു എക്സാമ്പിൾ നോക്കിയേ. ക്ലോക്ക് 0ൽ 100 ആണ്. ലാസ്റ്റത്തെ Q4 0 അല്ലേ, അതായിരിക്കും അടുത്തിലോട്ട് റൊട്ടേറ്റ് ചെയ്യുക. മറ്റവർ അങ്ങനെ കണ്ടേക്കും. അതിൽ ഇവിടുത്തെ ലാസ്റ്റത്തെ 0 റൊട്ടേറ്റ് ചെയ്യും, മറ്റവർ അങ്ങനെ ആയിരിക്കും. അതാണ് കേട്ടോ. അതിൻ്റെ വാല്യൂവിനെയാണ് സീക്വൻസ് ആക്കി വരച്ചാണ്. 1 തന്നെ എടുത്ത് നമ്മൾ ഹൈ ആയിട്ട് കാണിക്കണം. സെയിം തന്നെ ജോൺസൺ കൗണ്ടർ ആകുമ്പോൾ വ്യത്യാസം, നേരത്തെ ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ ഔട്ട്പുട്ട് കറങ്ങിന് വരും, ഔട്ട്പുട്ട് കോംപ്ലിമെൻ്റ് ആയിരിക്കും ഇറങ്ങുക. കണ്ടോ, അപ്പോൾ Q4 ഡാഷ് ആയിരിക്കും ഇറങ്ങുക. നമ്മളിത് എക്സാമ്പിൾ 0000 അല്ലേ, ലാസ്റ്റത്തെ Q4 0 അല്ലേ, അപ്പോൾ ഇപ്പുറത്ത് കറങ്ങി വരുന്നത് 1 ആവും. കണ്ടോ, അടുത്തതിൽ എന്താ, ആ എക്സാമ്പിളിൽ ലാസ്റ്റ് 0 അല്ല, അത് ഇപ്പുറത്ത് കറങ്ങി വരുമ്പോൾ പിന്നെ 1 ആവും. അങ്ങനെ ഔട്ട്പുട്ട് റൊട്ടേറ്റ് റിംഗ് കൗണ്ടറും കോംപ്ലിമെൻ്റ് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ജോൺസൺ കൗണ്ടർ ആയിരിക്കും. ഇത് സ്ഥിരം ആയിട്ട് ചോദിക്കാറുള്ളതാണ് കേട്ടോ. പിന്നെ നമുക്ക് സിലബസിൽ കുറച്ച് വേരിലോഗ് കോഡ് എഴുതാനുണ്ട്. JK ഫ്ലിപ്പ് ഫ്ലോപ്സിൻ്റെ കോഡ് എഴുതാൻ, പിന്നെ കൗണ്ടറിൻ്റെ കോഡ് എഴുതാനുണ്ട്. അതാണ് താഴെ കൊടുത്തേ. അത് ഓരോ പ്രോഗ്രാമിൻ്റെ കോഡ്സാണ്. അപ്പോൾ നിങ്ങൾ അത് സ്റ്റെപ്പായിട്ട് തന്നെ പഠിച്ചു വെക്കണം. ഓരോ പ്രൊസീജിയർ എല്ലാ സ്റ്റെപ്പും നീറ്റായിട്ട് എഴുതിയിട്ടുണ്ട്. ഇതൊരു ഫ്ലിപ്പ് ഫ്ലോപ്പ് എക്സ്പ്ലെയിൻ ചെയ്യുമെന്ന് ചോദിച്ചാൽ ഈ കോഡ് അങ്ങനെ തന്നെ എഴുതണം കേട്ടോ.